الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله سبحانه وتعالى: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെട്ട് ജീവിക്കുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിതം നയിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളെല്ലാവരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. കാരുണ്യവാനായ നമ്മുടെ രക്ഷിതാവ് വളരെ മനോഹരമായ രൂപത്തിലും കോലത്തിലും നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സർവ്വതും വളരെ രസകരമായ നിലയിൽ അവൻ സംവിധാനിക്കുകയും ചെയ്തു. ഭൗതികമായ നിലയിൽ നമ്മുടെ സൃഷ്ടിപ്പിനെ അള്ളാഹു ഭംഗിയാക്കിയതുപോലെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ ഇവിടെ ഒരുക്കി തന്നതുപോലെ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കാൻ, നമ്മുടെ ജീവിതത്തെ ഭംഗിയുള്ളതാക്കാൻ അള്ളാഹുവിങ്കിൽ നിന്നും നമുക്ക് ചില ഗ്രന്ഥങ്ങൾ നൽകി. ആ ഗ്രന്ഥവരികളിലൂടെ അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അതുമായി നബിമാർ എന്ന നിലയിൽ മഹാത്മാക്കളായ മാർഗദർശികളെ അള്ളാഹു നമുക്ക് സമ്മാനിക്കുകയും ചെയ്തു. അള്ളാഹുവിങ്കിൽ നിന്നും ആദം അലൈഹിസ്സലാം മുതൽക്ക് അവസാനത്തെ നബിയായ നമ്മളുടെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചക ശ്രേഷ്ഠന്മാരിലൂടെയാണ് മനുഷ്യരായ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെ മനോഹരമാക്കണം എന്ന് പഠിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ബാഹ്യമായ രൂപഭാവങ്ങളൊക്കെ നന്നാക്കുന്നതിന് വേണ്ടി നമ്മൾ വൃത്തിയാകുന്നു, ശുദ്ധിയാകുന്നു, ഭംഗിയാകുന്നു. അതിനുവേണ്ടി വസ്ത്രങ്ങൾ അണിയുന്നു, മറ്റു പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആത്മീയമായ നിലയിൽ ഇപ്രകാരം നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കുവാൻ നാം ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. അത് നമ്മളുടെ ശാരീരികമായ രംഗത്തുമുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ പെരുമാറ്റങ്ങളിലും സ്വഭാവങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് പോലെ, നമുക്ക് ഭംഗിയെന്ന് തോന്നുന്നത് പോലെ ജീവിച്ചാൽ ഒരിക്കലും അത് അംഗീകരിക്കപ്പെടുകയില്ല. ചില ആളുകളുടെ കോലവും രൂപവും ഒക്കെ കാണുമ്പോൾ മറ്റുള്ളവർ പറയാറുണ്ട്, അവനെ കാണുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നുന്നു എന്ന് പറയാറുണ്ട്. പക്ഷെ ആ നിലയിൽ അണിഞ്ഞൊരുങ്ങുന്നവൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് വലിയ അഭിമാനത്തോടുകൂടി അഹങ്കാരത്തോടു കൂടിയാണ് അത്ര മെനക്കെട്ട് അവന്റെ രൂപവും കോലവും ഒക്കെ പണിതൊരുക്കിയിട്ട് പുറത്തു വന്നത്. അങ്ങനെ ഒരാൾക്ക് ഭംഗി എന്ന് തോന്നുന്നത് വേറൊരാൾക്ക് അഭംഗിയായി തോന്നുന്നത് പോലെ താന്തോന്നിത്തരത്തോടു കൂടി ജീവിക്കാനല്ല ഭൂമിയിൽ പടച്ചവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്, അനുവദിച്ചത്. മറിച്ച് എല്ലാ കാര്യങ്ങളിലും കൃത്യമായ നിലയിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മാർഗദർശനമുണ്ട്. ഏതാണ് നേർമാർഗം എന്ന്, ഏതാണ് ഭംഗി എന്ന്, ഏതാണ് നന്മയെന്ന് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്നേഹവും ഇഷ്ടവും വേണമെങ്കിൽ ഇതാ എന്നെ പിൻപറ്റിക്കോളൂ എന്ന് പറഞ്ഞത്. എന്നെ പിൻപറ്റിക്കോളൂ, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് നിങ്ങൾ എന്നെ പോലെ ആകാൻ ശ്രമിച്ചാൽ നിങ്ങൾ നല്ല മനുഷ്യരാണ്, നല്ല ആളുകളാണ്.
നമ്മൾ പാതിരാത്രിയിൽ കുറ്റാക്കൂരിട്ടുകൊണ്ട് കട്ട പിടിച്ച ഒരു സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഒന്നിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക. ഒരുപാട് ആളുകൾ ഒന്നിച്ചിരിക്കുമ്പോൾ ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ വെളിച്ചം നഷ്ടപ്പെട്ടു. അതുവരെയും ആ വെളിച്ചത്തിന്റെ സഹായത്തോടെ കൂടെ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നു. വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഉപ്പാപ്പയുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ട്, അവശതയുള്ള ആളുകളുണ്ട്. അങ്ങനെ പല ആളുകളും ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് പെട്ടെന്ന് വെളിച്ചം നഷ്ടപ്പെട്ടു പോയാൽ, വെളിച്ചം നഷ്ടപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഒരു വിഭ്രാന്തി ഒന്ന് സങ്കല്പിച്ചു നോക്കും. ഒരു വെപ്രാളം ഒന്ന് സങ്കല്പിച്ചു. ആ വെപ്രാളത്തിൽ അവിടെ പലതും സംഭവിക്കും. ചിലപ്പോൾ ആളുകൾ വെളിച്ചമില്ലാത്തതിന്റെ പേരിൽ തപ്പിത്തടഞ്ഞെഴുന്നേൽക്കുമ്പോൾ വലിയ ആരോഗ്യവാന്മാരായ ആളുകൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മേലെ ചടഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്, തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അവശത അനുഭവിക്കുന്ന ആളുകൾ വിളിച്ചാൽ അത് കേൾക്കാത്ത രൂപത്തിൽ അറിയാതെ അവരുടെ മീതെ വീണുപോകാൻ സാധ്യതയുണ്ട്. ചവിട്ടിപ്പോവും, തട്ടിപ്പോവും എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അങ്ങനെ പലതും സംഭവിക്കും. കുറ്റാക്കി കൂരിട്ടുകൊണ്ട് കട്ട പിടിച്ച ദുർഘടമായ സാഹചര്യത്തിൽ പരസ്പരം തിരിച്ചറിയുക പോലും ചെയ്യാതെ പല അപകടങ്ങളും സംഭവിച്ചു പോകുന്നത് പോലെ ഭൂമി ഒട്ടാകെ ഒരുതരം ആത്മീയമായ അന്ധകാരത്തിലായിരുന്നു, ഇരുളിലായിരുന്നു. ഈ അന്ധകാരം ഇരുൾമുറ്റി നിൽക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു വെളിച്ചം വന്നാൽ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് ആലോചിച്ചു. പെട്ടെന്ന് ഒരു ലൈറ്റ് കത്തി, വെളിച്ചം വന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ തിരിച്ചറിഞ്ഞു. നീ ഇതുവരെയും എന്റെ വാപ്പയായിരുന്നല്ലേ, ഞാൻ ഇതുവരെ അറിയാതെ നിന്നെ അപമാനിച്ചു പോയി, അപമര്യാദയോടുകൂടി പെരുമാറിപ്പോയി. മോനെ, നീ കൊച്ചു കുഞ്ഞാണ്, എന്റെ കാലിനടുത്ത് വന്നിരുന്ന് അറിയാതെ ഞാൻ നിന്നെ ചവിട്ടിപ്പോയി, തട്ടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പം വെളിച്ചം വന്നപ്പോഴാണ് എല്ലാം തിരിച്ചറിഞ്ഞത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ഹുവല്ലദീ അർസല റസൂലഹു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും. ഇങ്ങനെ ഖുർആനിൽ അല്ലാഹു പലയിടങ്ങളിലും പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ദുർഘടമായ ഒരു ഇരുളിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ കത്തിച്ചു വെച്ച ഒരു വെളിച്ചത്തെ കുറിച്ചിട്ടാണ്. ആ വെളിച്ചമാണ് അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹൽ ബുദൂർ, അഷ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹൽ ബുദൂർ. നമ്മൾ പാട്ട് പാടുമ്പോൾ തലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാഇ എന്നൊക്കെ പറയാറുണ്ട്. മനോഹരമായ ആ കാവ്യ ഭംഗിയെ ആസ്വദിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കുക. മനുഷ്യൻ ഇരുട്ടിൽ തപ്പുകയായിരുന്നു, വെളിച്ചമില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സനിയാത്തുൽ വിദാഇൽ നിന്നും ഒരു പൂർണ്ണ ചന്ദ്രൻ ഞങ്ങളിലേക്ക് ഉദയം ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ മക്കൾക്ക് വാപ്പമാരെ മനസ്സിലായത്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ ആരാണെന്ന് തിരിച്ചറിഞ്ഞത്. അതുപോലെ സഹോദരനെയും സഹോദരിയെയും തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ആല ഇമ്രാനിൽ പറയുന്നുണ്ട്, നിങ്ങൾ കുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ വകുന്തും അലാ ശഫാ ഹുഫ്റത്തിൻ മിനൻ നാർ ഫഅൻഖദകും മിൻഹാ കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. വകുന്തും അലാ ശഫാ ഹുഫ്റത്ത്, അതുവരെയും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നു നിങ്ങൾ. ചോര ഒലിപ്പിക്കുന്നത് ചിലപ്പോൾ ഒന്നും രണ്ടും തലമുറകളോളം നീണ്ടു നിന്നിരുന്നു. കാര്യം എന്താണെന്ന് അന്വേഷിച്ചാൽ വളരെ നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു സംഭവിച്ചത്? ഞാൻ ആയുധമെടുത്ത് അടരാട്ടം നടത്തുന്നത് എന്റെ രക്തത്തോടാണ് എന്ന തിരിച്ചറിവില്ലാതായി പോയത് കൊണ്ടാണ്. അപമര്യാദയോടുകൂടി പെരുമാറിയത് അവൻ ആരാണ് എന്ന് അറിയാത്തതിന്റെ പേരിലാണ്. സ്വന്തം ബീജത്തിൽ പറന്ന കൊച്ചു കുഞ്ഞ് പുഞ്ചിരി തൂകിക്കൊണ്ട് പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊക്കെ എത്ര സന്തോഷമായിരിക്കും. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന് 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 ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ അവന്റെ സന്തോഷം എത്രയായിരിക്കും, അവന്റെ സന്തോഷം എത്രയായിരിക്കും. ആ സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? ആ സന്തോഷത്തെ പറഞ്ഞറിയിക്കാൻ കഴിയും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ബോധമില്ലാതെ, വെളിച്ചമില്ലാതെ, തിരിച്ചറിവില്ലാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിരുന്ന ഒരു മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنْثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَإِذَا بُشِّرَ أَحَدُهُمْ بِالْأُنْثَى ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ يَتَوَارَى مِنَ الْقَوْمِ مِنْ سُوءِ مَا بُشِّرَ بِهِ
അയ്യുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. കൊച്ചു കുഞ്ഞ് കുറെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പിറന്നു വീഴുമ്പോൾ ആ വീടകം മുഴുവനും സന്തോഷത്തോടു കൂടി ചിരിതൂകുകയാണ് പതിവ്, ആഹ്ലാദിക്കുകയാണ്, സന്തോഷിക്കുകയാണ് പതിവ്. എന്നാൽ പിറന്നു വീണ പെണ്ണാണ് എന്ന് തിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന ആ മനുഷ്യന്റെ മുഖഭാവത്തെ കുറിച്ചിട്ട് പടച്ചോൻ പറയാണ്, അവന്റെ മുഖം കറുത്ത് കരുവാളിക്കുന്നു. എന്തുകൊണ്ടാണ്? അപമാന ഭാരമാണ് പെണ്ണ് എന്ന ഒരു ദുഷിച്ച വിശ്വാസം അവർക്കിടയിൽ നിലനിന്നിരുന്നത്. തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്. അയ്യുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അയ്യുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. ഇങ്ങനെ പെണ്ണ് പറന്നു എന്ന ആ ദുഷിച്ച വാർത്തയുടെ പേരിൽ അപമാനിതനായ വാപ്പ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാതെ നാണക്കേട് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്നു, അകറ്റി നിർത്തപ്പെടുന്നു. ഈ അപമാന ഭാരം താങ്ങി സഹിച്ചുകൊണ്ട് ഞാൻ ഈ പെണ്ണിനെ പോറ്റണോ അതല്ല ഈ പെണ്ണിനെ കുഴിച്ചു മൂടണോ എന്ന് അവൻ ആലോചിക്കുന്നു എന്ന് ഖുർആൻ പറയാം. അലാ സാഅ മാ യഹ്കുമൂൻ. അല്ലാഹു പറയുന്നു അലാ സാഅ മാ യഹ്കുമൂൻ. നേരത്തെ പറഞ്ഞ ആ വെളിച്ചമില്ലായ്മയുടെ പേരിൽ, ബോധമില്ലായ്മയുടെ പേരിൽ, എന്താണ് ശരിയെന്ന് തിരിച്ചറിയാത്തതിന്റെ പേരിൽ അവരെടുത്ത തീരുമാനം എത്ര മോശമായിരുന്നു. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി പറയും, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിനെ കുറിച്ചിട്ടും പരലോകത്തെ കുറിച്ചിട്ടും സ്വർഗ നരകങ്ങളെ കുറിച്ചിട്ടും ഒക്കെ കേട്ടറിഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ പേരിൽ അങ്ങയോടൊപ്പം ഞാൻ നിൽക്കുന്നു. എനിക്ക് പരലോകത്ത് മോക്ഷം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ മൃഗീയമായ വൃത്തികേടുകളെ കുറിച്ചിട്ട് ഇടക്കിടക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് മാപ്പ് കിട്ടൂല. എനിക്ക് മാപ്പ് കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. ഇപ്പോഴാണ് അത് മനസ്സിലായത്. ഇപ്പോൾ വെളിച്ചം കിട്ടിയപ്പോഴാണ്, നേർമാർഗം കിട്ടിയപ്പോഴാണ്, അങ്ങേ ഞങ്ങൾക്ക് ലഭിച്ചപ്പോഴാണ് അത് മനസ്സിലായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത്രയേറെ നിനക്ക് പുറത്തു കിട്ടുകയില്ല എന്ന് നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കുന്ന തരത്തിൽ നീ ചെയ്തു പോയ തെറ്റെന്താണ്? പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ആ മനുഷ്യൻ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ദുഷിച്ച അനുഭവത്തെ വിശദീകരിച്ചു. നബിയെ, കുറെ കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം എനിക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കിട്ടിയപ്പോൾ ഞാൻ വല്ലാതെ സന്തോഷിച്ചു, ആഹ്ലാദിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ സന്തോഷമായിരുന്നു. പക്ഷേ നാട്ടിൽ നടമാടിയിരുന്ന ദുരാചാരത്തിന്റെ നിർബന്ധിത സാഹചര്യത്തിൽ പിറന്നു വീണ കുഞ്ഞ് പെണ്ണാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനസ്സ് മാറി, അന്തരീക്ഷം മാറി. ആളുകൾ എന്നെ കളിയാക്കി, ആളുകൾ എന്നെ പരിഹസിച്ചു. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെന്നെ അകറ്റി നിർത്തി. പെണ്ണിന്റെ വാപ്പ വരുന്നു, പെണ്ണിന്റെ ഉപ്പ വരുന്നു എന്ന് പറഞ്ഞ് പട്ടി തൊട്ട കലം പോലെ എന്നെ അകറ്റി നിർത്തി. എന്നിട്ട് എന്ത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇടക്കിടക്ക് ഞാൻ ഈ ആളുകളുടെ അപമാനം കാണുമ്പോൾ ഈ കുഞ്ഞിനെ നാട്ടാചാരം അനുസരിച്ചിട്ട് കൊന്നുകളയാമെന്ന് വിചാരിച്ചു. പെണ്ണിനെ കൊല്ലുക എന്തിന്? ഇന്നത്തെ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ ആ വെളിച്ചം നഷ്ടപ്പെട്ടപ്പോൾ, ഈമാനിന്റെ ഹിദായത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടപ്പോൾ, ആ ഈമാനിന്റെ ഹിദായത്തിന്റെ പ്രകാശവുമായി നമുക്കിടയിലേക്ക് ആഗതരായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും തങ്ങളുടെ സുന്നത്തുകളെയും നമുക്കും നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെട്ടപ്പോൾ പരസ്യമായ നിലയിൽ നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് വെളിയിലും പെണ്ണ് അപമാനിക്കപ്പെടുന്നുണ്ട്, കുഴിച്ചുമൂടപ്പെടുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്. അതിന് പല കാരണങ്ങളും പറയാം. മൃഗീയമായ തന്റെ വികാരത്തെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് ജീവിച്ചിരിക്കുന്ന രണ്ടു കാലിൽ നടക്കുന്ന മനുഷ്യൻ എന്ന് പേരുള്ള കുറെ ആളുകൾ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ പരിശോധിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വികാരം തീർക്കാൻ വേണ്ടിയിട്ട്, പണം തട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്റെ പക തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ പാവം പെണ്ണിന് നേരെ അപരാധങ്ങൾ നടക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്, ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളുടെ ഈ പ്രബുദ്ധമായ കേരളത്തിൽ പോലും അത് അരങ്ങേറ്റം കുറിച്ചു തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനേക്കാളൊക്കെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. വികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തു കൊല്ലുന്നു എന്ന് പറയുന്നതിനേക്കാളും എത്ര ക്രൂരമാണ്. എനിക്ക് പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ്, എന്റെ മോള്, ഞാൻ എന്റെ മോളെ സ്വന്തം കൈകൊണ്ട് അവളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുക, അതിനും അപ്പുറത്തേക്ക് ഒരു കുഴി കുഴിച്ച് കുഴിയുടെ ഉള്ളിൽ ഇറക്കി നിർത്തിയിട്ട് പുറത്തു നിന്ന് അവളുടെ മീതെ കല്ലെറിയുക. ആ സഹാബി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനും അവസാനം അങ്ങനെ തീരുമാനിച്ചു. നാട്ടുകാർ കളിയാക്കുമ്പോൾ, കൂട്ടുകാരുടെ ഇടയിൽ ചെന്നിട്ട് അവരെന്നെ അപമാനിക്കുമ്പോൾ ഇവളെ കുഴിച്ചുമൂടാന്ന് തീരുമാനിക്കും.
വീട്ടിൽ വന്ന് വീട്ടിലേക്ക് ഇങ്ങനെ കേറുമ്പം എന്റെ പൊന്നാരമോൾ ഓടി വന്ന് ഉപ്പാന്ന് വിളിക്കും. എന്റെ തോളിലേറും. ഞാൻ അവളെ വാരിയെടുക്കും, മുത്തം കൊടുക്കും. എന്റെ മനസ്സ് മാറും. ഈ കുഞ്ഞിനെ ഞാൻ കൊല്ലാനോ, എന്റെ മോളെ ഞാൻ കൊല്ലാനോ, എന്റെ മോളെ ഞാൻ കൊല്ലാനോ. പിന്നെയും കൂട്ടുകാരുടെ അരികിൽ ചെല്ലുമ്പോൾ അപമാനിതനാകും, ഞാൻ കൊല്ലാൻ ഒടുവിൽ ചുരുക്കി പറയട്ടെ, സമയമില്ലാത്തത് കൊണ്ട് ആ സഹാബി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആ കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ചു. അവളെ കൂട്ടിക്കൊണ്ടുപോയി, തുണിയും കുപ്പായം ഒക്കെ മാറ്റിയിട്ട് എവിടെയോ കൊണ്ടുപോകുന്നത് പോലെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങ് അകലെ ഒരു കുഴിയെടുത്ത് അതിൽ ഇറക്കി നിർത്തിയിട്ട് അവളുടെ മീതെ കല്ലുകളും മണ്ണുകളും ഒക്കെ വാരി എറിഞ്ഞു. ആ കുഞ്ഞു കുഴിയുടെ ഉള്ളിൽ നിന്നും വിളിച്ചു, വാപ്പാ 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 വാപ്പാ, എന്തായി ചെയ്യുന്നത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു, വിളിച്ചു കരഞ്ഞുകൊണ്ടേ. ഞാൻ ദയ കാണിച്ചില്ല. അവളുടെ മീതെ വീണ്ടും വീണ്ടും ഞാൻ കല്ലും മണ്ണും വലിച്ചു വാരി എറിഞ്ഞുകൊണ്ടേ. ആ കുഴിയുടെ ഉള്ളിൽ നിന്നും പ്രിയപ്പെട്ട വാപ്പയെ വിളിക്കുന്ന ആ കൊച്ചു കുഞ്ഞിന്റെ വർത്തമാനത്തിൽ ഇന്നും എന്റെ കാതിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വർത്തമാനമുണ്ട്, ഒരു വാക്കുണ്ട്, വാപ്പാ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ നിങ്ങളോട് ചോറ് ചോദിക്കൂല, ഞാൻ നിങ്ങളോട് അന്നം ചോദിക്കൂല, ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കൂല, എന്നെ കൊല്ലരുതേ എന്ന് വിളിച്ചു പറയുന്ന ആ കുഞ്ഞ്. പാപ്പാക്ക് എങ്ങനെ ഇത് ചെയ്യാൻ? പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സഹാബി പറഞ്ഞു, ഒടുവിൽ അപമാനത്തെ ഭയന്നുകൊണ്ട്, നാട്ടാചാരത്തെ മാനിച്ചുകൊണ്ട്, ഒരു ദയവും കാണിക്കാതെ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഞാൻ എന്റെ പ്രിയപ്പെട്ട കൊച്ചു കിടാവിന്റെ വാപ്പാ എന്ന് വിളിച്ച് കരഞ്ഞു അലിവ് തോന്നുന്ന ആ കുഞ്ഞു മുഖത്തേക്ക് ഒരു വലിയ പാറക്കല്ലിന്റെ കഷ്ണം ഞാൻ എടുത്തിട്ടു. അവൾ അതിന്റെ ഉള്ളിൽ കിടന്ന് പടഞ്ഞു മരിച്ചു. നബിയെ, എനിക്കിനി മാപ്പ് കിട്ടുമോ? എനിക്കിവിടെ മാപ്പ് കിട്ടാനാണ്, എനിക്കിവിടെ മാപ്പ് കിട്ടാൻ. ഹദീസിൽ വരുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ട് പൊട്ടി 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 കരഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ അവർക്കിടയിൽ ഒരു ഉദിച്ചുയർന്ന നിലാവ് പോലെ ആഗതരായത് ഇത്തരം മനുഷ്യന്റെ മനസ്സുകളെ കഴുകി വൃത്തിയാക്കാനാണ്. എന്ന് പറഞ്ഞാൽ വാപ്പ എന്ന നിലയിൽ കുഞ്ഞിനോട് എങ്ങനെ പെരുമാറണമെന്ന്, വാപ്പ എന്ന നിലയിൽ മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് തിരുത്തി കൊടുക്കാനാണ്, പഠിപ്പിച്ചു കൊടുക്കാനാണ്. അതുവരെയും ഇരുട്ടിൽ തട്ടിയിരുന്ന വിഭാഗത്തിലേക്ക്, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞിരുന്ന വിഭാഗത്തിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദയം ചെയ്തത്. ഇത് എല്ലാ രംഗത്തും ഇങ്ങനെയായിരുന്നു. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം ഖുർആൻ പറഞ്ഞതുപോലെ നമ്മളും ഏറ്റു പറഞ്ഞതേ ഉള്ളൂ. ഒരു സ്വന്തം മകളെ കൊല്ലാൻ കഴിയുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ദുർഘടതയെ കുറിച്ചിട്ടും അതിന്റെ ഭീകരതയെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ എളുപ്പമുള്ളത് കൊണ്ടാണ് അള്ളാഹു പറഞ്ഞു. ഇനി ഇബാദത്തുകളുടെ വിഷയത്തിലോ, ആരാധനയുടെ വിഷയത്തിലോ, ആചാരങ്ങളുടെ വിഷയത്തിലോ, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ, വമാ കാന സ്വലാത്തുഹും ഇൻദൽ ബൈതി ഇല്ലാ മുകാഅൻ വതസ്ദിയ ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധന എന്ന് പറഞ്ഞാൽ, അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കുറെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുക. നമ്മൾ സാധാരണ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാറില്ലേ, കഅബാലയത്തിന് ചുറ്റും അവര് നഗ്നനൃത്തം ചവിട്ടുമായിരുന്നു എന്നാണ്. നഗ്നനൃത്തം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ലക്കും ലഗാനുമില്ലാതെ മദ്യമദിരാക്ഷികൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ ചിലയിടങ്ങളിൽ ഇരുന്ന് കൊട്ടും പാട്ടും മുട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിര് കവിയുന്നത് കാണുമ്പോൾ വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ സംബന്ധിച്ചിട്ട് ഒരു തിരിച്ചറിവുമില്ലാത്തതിന്റെ ദുരന്ത ഫലമാണിത്. ജീവിതത്തെ സംബന്ധിച്ചിട്ട് ഒരു തിരിച്ചറിവില്ല, ഒരു ലക്ഷ്യബോധവും ഇല്ല. പകലന്തിയോളം എല്ലുമുറിയെ പണിയെടുക്കുക, വൈകുന്നേരം ആകുമ്പോൾ ആ പണം വാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുക്കുക, ഒരാഴ്ച മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുക്കുക. ആ ഒരാഴ്ചയിൽ പണിയെടുത്ത് കിട്ടുന്ന പണവും ഉപയോഗിച്ചുകൊണ്ട് തന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തുക, തന്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തുക, തന്റെ സംസ്കാരം നഷ്ടപ്പെടുത്തുക, കുറച്ച് കൂട്ടുകാരന്മാരോടൊപ്പം എവിടെങ്കിലും ഇരുന്നിട്ട് ഹറാമായ നിലയിൽ പാനീയങ്ങൾ ഉപയോഗിക്കുക, വിഭവങ്ങൾ ഉപയോഗിക്കുക, എന്നിട്ട് ഇങ്ങനെ കൂത്താട്ടം നടത്തുക. നമ്മൾ പറയും കൂത്താട്ടം നടത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്റെ അറിവില്ലായ്മയുടെ പേരിൽ തന്റെ വികാരത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ചങ്ങാത്തത്തിന്റെ കൂട്ടുകെട്ടിന്റെ ദുഷിച്ച ഫലം എന്ന നിലയിൽ ഇപ്രകാരം അഴിഞ്ഞാട്ടം നടത്തുന്നു എന്നതിന്റെ അപ്പുറത്തേക്ക് സാക്ഷാൽ കഅബാലയത്തിന്റെ പരിസരത്ത് വന്നിട്ട്, കഅബാലയത്തിന്റെ പരിസരം, കഅബാലയം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നുമൊക്കെ ആദരിക്കപ്പെടുന്ന ഗേഹമാണ്. മുബാറക്കൻ വഹുദല്ലിൽ ആലമീൻ അള്ളാഹു പറഞ്ഞ് വിശേഷിപ്പിച്ച സ്ഥലമാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് അവർ വരുന്നു, അവര് നഗ്നനൃത്തം ചവിട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ഇരുളിൽ തപ്പിത്തടഞ്ഞിരുന്ന വിഭാഗത്തിന്റെ ആ ചിത്രം പൂർണ്ണമായ നിലയിൽ വെളിപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവരുടെ ആരാധന എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. നഗ്നനൃത്തം ചവിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വസ്ത്രമില്ലാതെ, തുണിയും ഉടുക്കാതെ അവര് കഅബാലയത്തിൽ നൃത്തം ചെയ്യുക. എന്തിനായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്?
നമ്മൾ വിചാരിക്കും നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങാതിമാരോടൊപ്പം വെള്ളവും തണ്ണിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂത്താട്ടം നടത്തിയപ്പോൾ അറിയാതെ തുണി ഉരിഞ്ഞ്, അങ്ങനൊന്നുമല്ല. അവരുടെ ആചാരത്തെ സംബന്ധിച്ചിട്ട് അവർക്കുണ്ടായിരുന്ന അജ്ഞതയായിരുന്നു, അറിവില്ലായ്മയായിരുന്നു. അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. കഅബാലയം ദൈവത്തിന്റെ ഗേഹമാണ്, കഅബാലയം അള്ളാഹുവിന്റെ ഭവനമാണ്. ഈ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ, അതിന് ചുറ്റും പ്രദക്ഷിണം നടത്തുമ്പോൾ ശുദ്ധമായ വസ്ത്രം, ശുദ്ധമായ ശരീരം, ശുദ്ധമായ മനസ്സ്, ഇതൊക്കെ ആയിരിക്കണം വേണ്ടത്. അപ്പം സ്വാഭാവികമായി നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു തുടങ്ങിയില്ലേ, മനുഷ്യന്റെ വസ്ത്രം ശുദ്ധിയാക്കാൻ അവന് സാധിക്കും കഴുകി ഇസ്ത്രിയിട്ട്. എന്നാൽ അത് ഹറാമായ പണം കൊണ്ട് വാങ്ങിയതാണെങ്കിൽ കഴുകിയാൽ വൃത്തിയാവൂലല്ലോ, കഴുകിയാൽ ശുദ്ധിയാവൂലല്ലോ. അപ്പം കഴുകിയാലും ശുദ്ധിയാകാത്ത നിലയിൽ ഹറാമായ അംശം കലർന്നുപോയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഭവനത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് നല്ലതല്ല എന്നൊരു വിശ്വാസം അവർക്ക്, ഒരു നിലക്ക് പറഞ്ഞാൽ അതൊരു നന്മയാണ്. അത്രയെങ്കിലും ഒരു ബോധം അവർക്കുണ്ടല്ലോ, അത്രയെങ്കിലും ഒരു തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കതൊന്നും ഒരു പ്രശ്നേ അല്ലാത്തതുപോലെയായി. തട്ടിപ്പും വെട്ടിപ്പും തരികിടയും വാങ്ങിയാൽ കൊടുക്കായ്മയും പറഞ്ഞാൽ വാക്ക് പാലിക്കായ്മയും ആരാന്റെ ഹക്കുകൾ പിടിച്ചു പറിച്ച് തിന്നുന്നതിൽ വലിയ മാന്യത പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ നമ്മൾ സാധാരണ പറഞ്ഞു പോരാറുള്ളത് പോലെ പള്ളിയിൽ സഫിൽ മുമ്പിലുണ്ടാകും, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൻ ചെയ്യാത്ത വൃത്തികേടുകളൊന്നും ഉണ്ടാവുകയില്ല. ഇഖാമത്തിന്റെ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് കുളിച്ച് നല്ല കുപ്പായം അണിച്ച തലയിൽ ഒരു തൊപ്പിയും അണിഞ്ഞുകൊണ്ട് അങ്ങ് പള്ളിയിലേക്ക് വന്ന് മുമ്പിലത്തെ സഫിൽ കൈകെട്ടിയാൽ എല്ലാമായി എന്നൊരു തെറ്റായ വിശ്വാസം നമുക്കുണ്ട്. നമ്മൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, മക്ക കുഫാറുകൾക്കുണ്ടായിരുന്ന ആ ഒരു സന്മനസ് പോലും നമുക്കില്ലാതെയായി പോയല്ലോ എന്ന് നമ്മൾ ഖേദിക്കണം. അള്ളാഹു നമുക്കൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ആ വിഭാഗം അവരുടെ ആരാധനകളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ അറിവില്ലായ്മ വെച്ച് പുലർത്തിയിരുന്നു. അതിന്റെ ഭാഗമായി അവർ കഅബാലയത്തിന്റെയോ അല്ലെങ്കിൽ ദേവാലയങ്ങളുടെയോ പരിസരത്ത് വന്നിട്ട് ഒച്ചപ്പാടും ബഹളവും വെക്കും. ഇന്നും അങ്ങനെയാണ്. ഇന്ന് നമ്മൾ മറ്റ് സഹോദരങ്ങളുടെ ആരാധനകൾ ശ്രദ്ധിക്കാൻ ശ്രമിച്ചാൽ അവിടെ അവരുടെ ദേവാലയങ്ങളുടെ പരിസരത്ത് ഒത്തുകൂടിയിട്ട് കുറെ കളറുകൾ വിതരണം ചെയ്യുക, പടക്കങ്ങൾ പൊട്ടിക്കുക, ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുക, റാലികൾ നടത്തുക, മുദ്രാവാക്യം മുഴക്കുക, ഇതൊക്കെയാണ് ആരാധന എന്ന് നമ്മുടെ സഹോദര സമുദായത്തിലെ ആളുകൾ തെറ്റിദ്ധരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചത്? അവർക്കിടയിലേക്ക് അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു ദീനാണോ സമർപ്പിച്ചത്, പരിചയപ്പെടുത്തിയത്, ആ ദീനിലൂടെ അവർക്ക് നൽകപ്പെട്ട മാർഗദർശനത്തെ വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അഷ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹൽ ബുദൂറു, നമ്മളുടെ ഇടയിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നും ഒരു പൂർണ്ണ ചന്ദ്രനെ പടച്ചവൻ ഉദയം ചെയ്യിപ്പിച്ചു. ആ ഉദയം ചെയ്ത സൂര്യന്റെ അല്ലെങ്കിൽ ചന്ദ്രന്റെ വെളിച്ചത്തിലൂടെ നമുക്ക് സത്യം മനസ്സിലായി, ഹക്ക് മനസ്സിലായി. നമ്മൾ ഹക്കായ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നടക്കാൻ നിർബന്ധിതരായി. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ല ലഫീ ളലാലിൻ മുബീൻ. ഇതിനു മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നുവെങ്കിലും ഇന്ന് നമുക്കിടയിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. അവിടുന്ന് നമ്മുടെ മനസ്സിനെ മാറ്റത്തിന്റെ വഴിയിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടി ഓതിക്കേൾപ്പിക്കാനുള്ള ഗ്രന്ഥവരികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തന്നു. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ടുള്ള തർബിയത്തിന്റെ, തസ്കിയത്തിന്റെ മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ച് തന്നു. ഇനി നമ്മുടെ ഈമാൻ നേരായ മാർഗത്തിൽ ചലിക്കണം. ഇനി നമ്മുടെ അമലുകൾ നേരെ ചൊവ്വേ ആയിത്തീരണം. നമ്മുടെ പെരുമാറ്റ പ്രവർത്തനങ്ങൾ നന്നാകണം, നമ്മുടെ സ്വഭാവ രീതികൾ നന്നാകണം, നമ്മുടെ കുടുംബജീവിതം നന്നാകണം. ഈ ഇടങ്ങളിലെല്ലാം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റബീഉൽ അവ്വൽ മാസം കടന്നു പോകുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ഒരു റബീഉൽ അവ്വലിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മാനായ റബ്ബ് നമുക്ക് സമ്മാനിച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500 വർഷങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ജീവിതത്തിലൂടെ നമ്മളുടെ ജീവിതം എത്രത്തോളം സംസ്കരിക്കപ്പെട്ടു, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സുന്നത്തുകൾ ഹയാത്തായി, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നന്മകൾ ഹയാത്തായി. യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വലിന്റെ ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് ഓരോ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലും സുന്നത്ത് ഹയാത്താവുക എന്നുള്ളതാണ്. ഓരോ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലും സുന്നത്ത് ഹയാത്താവുക എന്നുള്ളത്. എങ്ങനെയാണ് സുന്നത്ത് ഹയാത്താവുക? അത് നമ്മുടെ ഹൃദയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് വർദ്ധിക്കുമ്പോഴാണ് സുന്നത്തുകളെ അനുകരിക്കാൻ, പിൻപറ്റാൻ നമുക്ക് സാധ്യമാകുന്നത്. എപ്പോഴാണ് മുഹബ്ബത്ത് വർദ്ധിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അധികമായി സലാത്ത് പറയുകയും
നബിതങ്ങളുടെ സീറത്തുകൾ പഠിക്കുകയും നബിതങ്ങളുടെ ചരിത്രം അറിയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരായിരുന്നുവെന്നും എന്തിനായിരുന്നു നിയോഗിക്കപ്പെട്ടതെന്നും തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിൽ മുഹബ്ബത്ത് ഉണ്ടാകും. ആ മുഹബ്ബത്തിന്റെ ആധിക്യത്തിൽ അറിയാതെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാ ചെയ്യും. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകൾ നമ്മൾ ഓർക്കണം. നാളെ പരലോകത്തെത്തുമ്പോൾ ഉമ്മയും വാപ്പയും ഒന്നും തിരിഞ്ഞു നോക്കാത്ത ആ സാഹചര്യത്തിൽ എന്റെ അരികിലേക്ക് ഞാൻ ചില ആളുകളെ അണച്ചു ചേർക്കും, മാറോട് ചേർത്ത് പിടിക്കും. ഹൗദിന്റെ മുമ്പിൽ ഞാൻ അവർക്ക് ദാഹപരവേശരായ സാഹചര്യത്തിൽ വെള്ളം കുടിപ്പിക്കും. അത് കഴിഞ്ഞാൽ അർശിന്റെ തണലിൽ ഞാൻ അവരെ ഉയർന്ന സ്ഥലത്തിരുത്തുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ചെയ്യും. എന്നോടൊപ്പം ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആളുകൾ എന്റെ മേൽ ഏറ്റവും കൂടുതൽ സലാത്ത് പറഞ്ഞവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അങ്ങനെ സലാത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ സലാത്ത് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം പറഞ്ഞു തീർത്താൽ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പോകാൻ കഴിയുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എന്നോട് ഏറ്റവും കൂടുതൽ അരികിലിരിക്കുന്നവർ, അടുത്തിരിക്കുന്നവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ ആവേശത്തോടെ തീർച്ചയായും നബിയെ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു. തീർച്ചയായും ആരാണ് അങ്ങയുടെ അരികിലേക്ക് ഏറ്റവും കൂടുതൽ ഞെരുങ്ങിയിരിക്കുന്നവർ, അടുത്തിരിക്കുന്നവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഹസിനുക്കും അഖ്ലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ ആരാണ്? നാളെ പരലോകത്തെത്തുമ്പോൾ ഓരോ ആളുകളെയും പരിശോധിക്കും, ഓരോ ആളുകളുടെയും അർഹത നോക്കും. എന്തിന്? അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് അടുത്തിരിക്കാൻ വേണ്ടിയിട്ട്, നബി തങ്ങളോടൊപ്പം ഇരിക്കാൻ വേണ്ടിയിട്ട്. ആ അർഹതയുടെ മാനദണ്ഡത്തെ അളവുകോലിനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നത് എന്താണെന്നറിയോ? അഹസിനുക്കും അഖ്ലാഖ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരായിരുന്നു നല്ല സ്വഭാവക്കാര്, നല്ല പെരുമാറ്റക്കാര്? നല്ല സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും ഉടമകൾ ആരാണെന്ന് പരിശോധിച്ചിട്ട് അവരെയാണ് അരികിലേക്ക് അടുപ്പിച്ചിരുത്തുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് പിൻപറ്റണം നമ്മൾ എല്ലാവരും പറയാറുണ്ടല്ലോ. സുന്നത്ത് പിൻപറ്റണം, സുന്നത്ത് പിൻപറ്റണം, സുന്നത്ത് പിൻപറ്റുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കണം, അത് വർദ്ധിപ്പിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏറ്റവും വലിയ സുന്നത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും വലിയ സുന്നത്ത് ഏതാ? ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫറളായ കാര്യങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുകയും ഹറാമായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നതാണ് മഹത്തായ വലിയ സുന്നത്ത്. അത് പലപ്പോഴും നമ്മൾ പറയാറില്ല. നമ്മൾ തൊപ്പി വെക്കണമെന്നും ദാടി വെക്കണമെന്നും നീളക്കുപ്പായമിടണമെന്നും തലക്കെട്ട് കെട്ടണമെന്നും സുന്നത്ത് നിസ്കരിക്കണമെന്നും അങ്ങനെ പലതും പറഞ്ഞു കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊന്നിനെയാണോ വലിയ പ്രാധാന്യത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചത് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണം. ഫറളായ ഇബാദത്തുകൾക്ക്, ഫറളായ കർമ്മങ്ങൾക്ക് നമ്മൾ വലിയ പ്രാധാന്യം. ഫറളായ ഇബാദത്ത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഫറളായ ജീവിതത്തിൽ എത്ര വലിയ ഫറളുകളുണ്ട്. ഈ ഫറളുകൾ മാത്രമല്ല, നമ്മൾ കാണുന്ന നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ഫറളുകൾ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. വളരെ വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ എന്റെ വാപ്പയെ ആദരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫറളാണ്. ഞാൻ വലിയ പ്രാസംഗികനാണ്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ മുലാറാണ്, പക്ഷെ എന്റെ വാപ്പയോട് മോശമായി പെരുമാറുക എന്നത് എന്റെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ മക്കളെ നല്ല നിലയിൽ പോറ്റുകയും വളർത്തുകയും ചെയ്യേണ്ടത് എന്റെ ബാധ്യതയാണ്, അത് എന്റെ മേൽ ഫറളാണ്. അത് ശ്രദ്ധിക്കാതെ നമ്മൾ അലസന്മാരായി പോയാൽ അതൊരു ഫറളിൽ വീഴ്ച വരുത്തുന്നത് പോലെയാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ കീശയിലുള്ള ഒരു രൂപ, നമ്മളുടെ സമ്പാദ്യത്തിലുള്ള ഒരു രൂപ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വരുമാന മാർഗത്തിന്റെ സ്രോതസ്, ഇതൊക്കെ ഹലാലാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ ഹറാമുകൾ ഉണ്ടാകരുത്. ഏറ്റവും പ്രധാനമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഫറളായ കർമ്മങ്ങളെയും കാര്യങ്ങളെയും ശ്രദ്ധിക്കുക എന്നതാണ്. ഹറാമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നുള്ളതാണ്. ഹറാമായ വർത്തമാനം പാടില്ല, ഹറാമായ പാനീയങ്ങൾ പാടില്ല, ഹറാമായ ബന്ധങ്ങൾ പാടില്ല. ഹറാമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർക്കശമായ നിലയിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാനേ പാടില്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ള ഒരു വലിയ പോരായ്മയാണ് നമസ്കാരം. ഫറളായ നമസ്കാരത്തിൽ നമുക്ക് വലിയ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ഫറളായ നമസ്കാരത്തിൽ ശ്രദ്ധിക്കുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ വളരെ ചെറിയ സുന്നത്തായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്മിൽ തല്ലുകയും അങ്ങനെ വാശി പിടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പ്രിയപ്പെട്ടവരെ, 5 നേരത്തെ നമസ്കാരം കൃത്യമായ നിലയിൽ പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സുന്നത്ത്. കൃത്യമായ നിലയിൽ നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നും അതിന്റെ അളവനുസരിച്ചിട്ട് സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സുന്നത്ത്.
അള്ളാഹു ഹലാലാക്കിയതല്ലാത്ത ഒരു ഫിൽസ് പോലും എന്റെ സമ്പാദ്യത്തിലേക്ക് വരാതെ സൂക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധിയാണ് ഏറ്റവും വലിയ സുന്നത്ത്. നമ്മൾ ചരിത്രം പറയാൻ ശ്രമിച്ചാൽ സഹാബാക്കളെ നമുക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. സഹാബാക്കളെ അങ്ങനെയാണ് കാണാൻ. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ഓടി വരികയായിരുന്നു. വരുന്ന വഴിയിൽ തന്റെ കച്ചവട സംഘത്തെ കണ്ടു. എന്തായി എന്നൊക്കെ ചോദിച്ചു. സമ്പാദ്യത്തെ കുറിച്ചിട്ടും വന്ന ലാഭ നഷ്ടങ്ങളെ കുറിച്ചിട്ടുമൊക്കെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലറ സെക്കൻഡുകൾ ചോദിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് കയറിയപ്പോൾ അവൽ തക്ബീർ കഴിഞ്ഞുപോയി. ഇമാമ കൈകെട്ടിപ്പോയി. വല്ലാതെ ബേജാറായി, വല്ലാത്ത വിഷമമായി. അവൽ തക്ബീർ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. പള്ളികളിൽ ഇഖാമത്ത് മുഴങ്ങുന്നു, പള്ളിയുടെ പുറത്ത് നമ്മൾ വേറെ ചില ജോലികളിൽ മുഴുകുന്നു. തുടങ്ങി നമ്മൾ ശ്രദ്ധിക്കാറില്ല. അവൽ തക്ബീർ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നിസ്കാരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഒറ്റയ്ക്ക് വന്നിട്ട് അങ്ങ് സൗകര്യം പോലെ നിസ്കരിച്ചിട്ട് പോവാ. പ്രിയപ്പെട്ടവരെ, സുന്നത്തിനെ കൃത്യമായി മുറുകെ പിടിച്ചിരുന്ന സഹാബത്തിന്റെ അവസ്ഥ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഒരല്പം അശ്രദ്ധയല്ലല്ലോ, വരുന്ന വഴിയിൽ കച്ചവട സംഘത്തെ കണ്ടു, സലാം പറഞ്ഞു, വിശേഷങ്ങൾ അന്വേഷിച്ചു. പള്ളിയിലേക്ക് കയറിയപ്പോൾ ആദ്യത്തെ തക്ബീർ നഷ്ടപ്പെട്ടു പോയി. അല്ലാതെ ബേജാറായി, വിഷമമായി. നിസ്കാരത്തിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് തന്റെ മാനേജറെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കച്ചവട സംഘം ഇന്ന് എത്രയാണോ ലാഭം കൊണ്ടുവന്നത്, ആ ലാഭം മുഴുവൻ എന്റെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ അക്കൗണ്ടിലേക്കോ ഒന്നും വരാതെ ഇവിടുന്ന് തന്നെ അങ്ങ് വിതരണം ചെയ്തേക്കണം എന്ന് പറഞ്ഞു. എന്താ കാരണമെന്നറിയോ? ആ കച്ചവട സംഘത്തിന്റെ ലാഭമാണ്, അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണമാണ് എന്റെ നിസ്കാരത്തിൽ അവൽ തക്ബീർ നഷ്ടപ്പെടുത്തിയത്. അതുകൊണ്ട് എനിക്ക് ആ ലാഭം വേണ്ട. തോട്ടത്തിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സഹാബി. തന്റെ തോട്ടം ബലഭൂയിഷ്ടമായ നിലയിൽ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ആ വൃക്ഷത്തണലിൽ നല്ല രസകരമായ നിസ്കാരത്തിൽ അദ്ദേഹം ഒഴുകിയിരുന്നു. ഈത്തപ്പനത്തോട്ടത്തിന്റെ 4 ചുറ്റും അണിയണിയായി തൂങ്ങിക്കിടക്കുന്ന മുന്തിരി വള്ളികൾ, കൊല തൂങ്ങുന്ന ആ മുന്തിരികളുടെ വള്ളിയുടെ ആ ആസ്വാദനം, ഇതൊക്കെ അറിയാതെ തന്റെ മനസ്സിലേക്ക് ഒരു വേള ചിന്ത കടന്നു വന്നു. ഒരു പക്ഷി അതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ട് പോകാൻ കഴിയുന്നില്ല. നിസ്കാരത്തിൽ അറിയാതെ അങ്ങോട്ട് ശ്രദ്ധിച്ചു പോയി. അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? എന്റെ ആകർഷണീയമായി ഈ തോട്ടത്തിൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരി വള്ളികൾ ഇടതൂർന്ന് നിൽക്കുന്നത് കൊണ്ട് ഇടയിലൂടെ പുറത്തേക്ക് പോകാൻ കഴിയാതെ ആ പക്ഷി വിഷമിക്കുന്നത് കണ്ടു. നിസ്കാരത്തിൽ ഒരു വേള അങ്ങോട്ട് ചിന്തിച്ചു പോയി. പെട്ടെന്ന് അദ്ദേഹം ഞാൻ നിസ്കാരത്തിലാണല്ലോ എന്ന ബോധത്തോടുകൂടി തിരിച്ചു വരികയും സുജൂദ് റുക്കൂഉകൾക്ക് ശേഷം സലാം വീട്ടിയിട്ട് അദ്ദേഹം പുറത്തു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിച്ചിട്ട് തങ്ങളോട് പറഞ്ഞ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ ഈ തോട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സദഖ ചെയ്യാണ്. അള്ളാഹുവിന്റെ മാർഗം. എന്തിനാ അങ്ങനെ സദഖ ചെയ്യുന്നത്? വേറൊന്നുമല്ല, ഞാൻ നിസ്കാരത്തിലായിരുന്നു. എന്റെ നിസ്കാരത്തിന്റെ ശ്രദ്ധ അകറ്റുന്നതിന് കാരണമായി തീർന്ന ഈ തോട്ടം എനിക്കിനി വേണ്ട. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറയുന്നത്. ഇത് ഹറാമായ സമ്പാദ്യമായത് കൊണ്ടാണോ? പാടില്ലാത്ത നിലയിൽ ആരാന്റെ ഹക്ക് പിടിച്ചു പറിച്ചുണ്ടാക്കിയത് കൊണ്ടാണോ? ഒന്നുമല്ല. എന്റെ നിസ്കാരത്തിൽ ചെറിയൊരു അശ്രദ്ധ ഉണ്ടാക്കി തീർത്ത സമ്പത്ത് എനിക്ക് വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആ സഹാബിയുടെ സുന്നത്താണ് യഥാർത്ഥ സുന്നത്ത്. ഇതുപോലെ ഞാനും നിങ്ങളും ഏറ്റവും പ്രധാനമായും സൂക്ഷിക്കേണ്ട സംഗതികളാണ്. ഒന്ന്, സലാത്ത് വർദ്ധിപ്പിക്കണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മുഹബ്ബത്ത് വർദ്ധിപ്പിക്കണം. നബിതങ്ങളെ ചാണിന് ചാണ് പിന്തുടരുന്ന ഇത്തിബാഇന്റെ സിഫാത്ത് സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തിബാ, ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് എന്നത് ഫറളായ കർമ്മങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കലാണെന്നും ഹറാമായ കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കലാണെന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ആ നിലയിൽ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഉമ്മത്തിയാകുന്നത്, യഥാർത്ഥ അനുയായിയാകുന്നത്, യഥാർത്ഥ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിന് അർഹരാകുന്നത്. അള്ളാഹു തആല ആ നിലയിലുള്ള ഭാഗ്യശാലികളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന